ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നേരിടുന്നത് ഈ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോഴാണ്. 42 എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു വലിയ ഫിഗർ. കാരണം ആ, ഒരു വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും മാന്യമായ ഒരു തോൽവിയെങ്കിലും ആ മുന്നണിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 42 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാന്യമായ തോൽവിയിലേക്കെങ്കിലും ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയൂ. കാരണം എൻ ഡി എ വിജയം ഉറപ്പിച്ചുകൊണ്ട് 400-ലധികം സീറ്റുകൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാന്യമായ തോൽവി അതെങ്കിലും ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ചുരുങ്ങിയതൊരു 150 സീറ്റുകളിലേക്കെങ്കിലും എത്തിയേ കഴിയൂ. അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ 150 എന്ന് പറയുന്നത് പോലും അപ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഒരു വലിയ പരാജയത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തൃണമൂൽ ഒപ്പം നിന്നേ പറ്റൂ. ഇന്ത്യ മുന്നണിക്ക് ഒപ്പമുണ്ടോ എന്നത് മാത്രമാണ് ഇനി മമത പറയേണ്ടത്. സീറ്റ് വിഭജനത്തിൽ ഒപ്പമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നു. യു പിയിലടക്കം ഉണ്ടാകും എന്ന് പറയുന്നു. അവിടെയും സീറ്റ് ധാരണകളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഉത്തർപ്രദേശിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ജമ്മു കശ്മീരിലും നാഷണൽ കോൺഫറൻസുമായും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുമായുമുള്ള സീറ്റ് ധാരണയും ഏറെക്കുറെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെയുള്ളത്. ഇതിൽ യൂസഫ് പത്താനെ ബഹ്റാംപൂരിൽ നിർത്തിയത് മാത്രമല്ല, മമതാ ബാനർജിയുടെ ചില വാചകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മോദിക്കൊപ്പമാണ് അല്ലെങ്കിൽ ബി ജെ പിക്കൊപ്പമാണ് മമതാ ബാനർജി എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഖലിസ്ഥാനി എന്ന് വിളിച്ച സിഖ് IPS ഓഫീസർ ബി ജെ പി നേതാക്കൾ സന്ദേശ് ഖലിയിലേക്ക് പോകുമ്പോൾ തടഞ്ഞ സിഖുകാരനായ IPS ഓഫീസറെ ഖലിസ്ഥാനി എന്ന് വിളിച്ചതിൽ പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ക്യാമ്പയിൻ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിൽ മമതാ ബാനർജി പറഞ്ഞ വാചകം ഇതാണ്: ഈ തലപ്പാവ് ടർബൻസ് വെക്കുന്നവരെല്ലാവരും ഖലിസ്ഥാനിയാണെന്ന് പറയുന്നു, മുസ്ലിംസിനെല്ലാവരും പാകിസ്ഥാനികളാണെന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് ഇക്കുറി പയറ്റുക എന്ന് മമതാ ബാനർജി വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. പിന്നെ ദില്ലി പോലീസ് ഓഫീസർ തങ്ങളുടെ മുസ്ലിം സഹോദരന്മാരെ ചവിട്ടിയെറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പോളറൈസേഷൻ കൃത്യമായി അവിടെ നടപ്പാക്കുന്ന രീതിയിലാണ് മമത ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 8-ാം തീയതി നടന്ന സംഭവമാണ്. അതേക്കുറിച്ചാണ് മമത ഇന്നത്തെ റാലിയിലുടനീളം സംസാരിക്കുന്നത്. പിന്നെ BJP സർക്കാർ, NDA സർക്കാർ കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മമതാ ബാനർജി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നത്, ഈ 42 സീറ്റുകളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്തിനാണ്? അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൂടുതൽ അംഗബലമുണ്ടെങ്കിലേ CAA നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ തടയാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ ഞങ്ങൾക്ക് കഴിയൂ. അതുകൊണ്ട് പാർലമെന്റിൽ ഞങ്ങളുടെ 42 പേരും 42 സീറ്റിലും ജയിക്കും എന്ന ഒരു അവകാശവാദമാണ് മമത മുന്നോട്ട് വയ്ക്കുന്നത്. CAA ഇംപ്ലിമെന്റ് ചെയ്യാൻ, NRC ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളെ, അതായത് വോട്ടർമാരോട് പറയുന്നത്, നിങ്ങളെ അതിർത്തി കടത്തിവിടാനായിട്ടാണ് NDA മുന്നണിയും BJPയും ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ആ പറഞ്ഞുകൊണ്ട് കൃത്യമായി മുസ്ലിം പോപ്പുലേഷനെ ഒപ്പം നിർത്തുന്ന മമതാ ബാനർജിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ഒരു പോളറൈസേഷൻ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേരളം ആവശ്യപ്പെടുന്നത് പോലെ തന്നെയുള്ള പല കാര്യങ്ങളും മമതാ ബാനർജിയും പറയുന്നുണ്ട്. രണ്ടാനമ്മയെ സ്വഭാവമാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറയുന്ന മമതാ ബാനർജി ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഈ CAA NRC വിഷയമാണ്. അതിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന മമതാ ബാനർജി ഈ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ NRC വിഷയം കൃത്യമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് കൃത്യമായ ഒരു പ്ലാൻ തന്നെയാണ്. യൂസഫ് പട്ടാൻ വെറുതെ വന്ന് നിന്നൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആധിർ രഞ്ജൻ ചൗധരിക്കെതിരെ അങ്ങനെ ഒരു വികാരം തന്നെയാണ് ഇളക്കിവിടാൻ. കാരണം കോൺഗ്രസ് അല്ല, ഞങ്ങളാണ് ഈ വിഷയങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ബംഗാളിനെ ബോധ്യപ്പെടുത്താൻ. മമതയുടെ മുന്നിൽ വളരെ സെൽഫിഷാണ് മമതാ ബാനർജി. ഞാൻ ഈ വിഷയം എടുത്തപ്പോഴെല്ലാം ഇന്ത്യ മുന്നണിയുടെ അടിവേരറുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടയാൾ മമതാ ബാനർജിയാണെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. മമതാ ബാനർജി വളരെ സെൽഫിഷായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അവർ സ്വയം ഉയർത്തിക്കാട്ടുന്നത് താനാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരേണ്ടയാൾ എന്നാണ്. അതുണ്ടായില്ല, അതിൻ്റെ ഒരു അതിർത്തി അവർക്കുണ്ട്. അക്കാര്യത്തിൽ നിതീഷ് കുമാർ മുന്നോട്ടേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ മമതയുടെ പങ്കാളിത്തം വളരെ വലുതാണ്. നിതീഷ് ഇപ്പോൾ മുന്നണിക്ക് പുറത്താണ്, ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിൽ നിന്ന് കുറച്ചെങ്കിലും മറികടക്കാൻ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചെങ്കിലും ആ പരിക്കൊന്ന് പരിഹരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അത് നടന്നിട്ടുള്ളൂ, പൂർണ്ണമായി അതും നടന്നിട്ടില്ല. അപ്പോൾ അസമിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നു. ബംഗാളിൽ സീറ്റിൽ ആരൊക്കെയാണ് മത്സരിക്കുക എന്നത് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു നീക്കുപോക്കില്ലാത്ത മമതാ ബാനർജിയെ എനിക്ക് ഈ ആക്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു പരസ്പര ബഹുമാനമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് മമതയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജയറാം രമേശ് ഇന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറായിരുന്നു, പക്ഷേ ഒരു ചർച്ചയ്ക്കോ ഒരു നീക്കുപോക്കിനോ തയ്യാറാകാത്തത് മമതാ ബാനർജിയാണ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു പോകാനായിട്ടുള്ള അവസാനത്തെ ചാൻസ് ആയിരുന്നു. ആ ചാൻസും ഇല്ലാതാക്കിയത് മമതാ ബാനർജി തന്നെയാണ്. ഇനിയിപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 22-18 അങ്ങനെ നിൽക്കുമ്പോൾ
ഈ 18 സീറ്റുകൾ ലോക്സഭയിൽ നേടിയ ബി.ജെ.പിക്ക് ആ 18-ൽ നിന്ന് കുറയുമെന്ന ഉണ്ണിസാറിന്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു പോൾ അരിത്തമെറ്റിക് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള കേരളമടക്കമുള്ള ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതേ പാറ്റേൺ തന്നെ ആവർത്തിക്കാൻ ഒരു വർഷത്തിനിപ്പുറമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ 2023-ലെ കണക്ക് വെച്ചുകൊണ്ട് 2024-ൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭാ സീറ്റുകൾ ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ തൃണമൂലിനും ബി.ജെ.പിക്കും കിട്ടുക എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവിടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ മഹുവ മൊയ്ത്രയ്ക്ക് സീറ്റ് നിലനിർത്തി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ചോദ്യത്തിന് കോഴ വിവാദത്തിൽപ്പെട്ട മഹുവയെ അന്നേരം വലിയ രീതിയിൽ സംരക്ഷിക്കാനൊന്നും തയ്യാറാകാത്ത ആളാണ് മമത. പക്ഷേ ഇപ്പോൾ വീണ്ടും സീറ്റ് കൊടുക്കുന്നു. അതായത് പാർട്ടിക്കുള്ളിലെ റിഫ്റ്റൊക്കെ പരമാവധി പറഞ്ഞൊതുക്കാൻ ശ്രമിക്കുന്ന ഒരു മമതയെ കൂടി ബംഗാളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സന്ദേശ് ഖലി വിഷയം, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ സന്ദേശ് ഖലി വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേരിട്ട് അതിനൊരു മറുപടി മമതാ ബാനർജി നൽകുന്നില്ല. പ്രാദേശിക നേതാക്കളാണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ ഉള്ളതെന്ന് മമതയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ മമത അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തിരിച്ചു പറയുന്നത് മണിപ്പൂരാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി. ഒറ്റയ്ക്ക് മത്സരിക്കാൻ 42 കിട്ടുമെങ്കിൽ അത് നേട്ടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഡിവൈഡ് അവിടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നുസ്രത് ജഹാനെ മാറ്റിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ ബാസിർഹട്ട് എന്ന് പറയുന്ന ഈ സന്ദേശ് ഖലി വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള ആളാണ് നുസ്രത് ജഹാൻ. അവിടെ ഫീൽഡ് ചെയ്യുന്നത് ഈ ഹാജി നൂറുൽ ഇസ്ലാം. അദ്ദേഹത്തെ അവിടെ ഫീൽഡ് ചെയ്യുമ്പോൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു പോളറൈസേഷനാണ്. നുസ്രത്തിനേക്കാളും കൃത്യമായി അവിടെ ഇഫക്റ്റീവായി ആ രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയുക ഹാജി നൂറുൽ ഇസ്ലാമിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നുസ്രത് ജഹാനെ മാത്രമല്ല 5 സിറ്റിംഗ് എംപിമാരെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് മമതാ ബാനർജി ഈ സീറ്റ് നിർണയ വേളയിൽ. അതിലൊന്ന് മിമി ചക്രവർത്തിയാണ്. പിന്നെ ബറക്പൂരിലെ എം പി അർജുൻ സിംഗ് ബി.ജെ.പിയിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ് അർജുൻ സിംഗ്. അപ്പോൾ അർജുൻ സിംഗിന് ഇത്തവണ ടിക്കറ്റില്ല. കാരണം ആരൊക്കെ ബി.ജെ.പിയിലേക്ക് ചാടുമെന്നുള്ളത് ഇവിടെ പറയുമല്ലോ, കോൺഗ്രസ് വിട്ടാൽ ബി.ജെ.പിയിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ മമതയും ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നുസ്രത്ത് അടക്കമുള്ള 5 പേരെ ഡ്രോപ്പ് ഔട്ട് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ മറുകണ്ഠം ചാടാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാണ്. കാരണം കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിനൊരു പോറലല്ല, കുറച്ച് വലിയൊരു മുറിവേൽപ്പിക്കുന്ന നീക്കം തന്നെയാണ് മമതാ ബാനർജിയുടേത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.